അസ്സലാമലൈക്കും. നമ്മളൊരു ജാർ കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ജാർ കേക്ക് ഉണ്ടാക്കാൻ ജാറ് വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് മതി കേട്ടോ. അതിൽ നമുക്ക് ജാർ കേക്ക് നല്ല സൂപ്പറായിട്ടിട്ട് ഉണ്ടാക്കാം. നമ്മൾ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. ഗ്ലാസ് കേക്ക് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അപ്പോൾ നമ്മളൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു നനവില്ലാത്ത ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 6 ടേബിൾ സ്പൂണ് നെയ്യ് മെൽറ്റ് ചെയ്താട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പതുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മളിത് ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് ടിന്നിലേക്ക് എണ്ണയൊക്കെ തടവി മൈദപ്പൊടി ഇട്ടൊന്ന് തട്ടിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മളിതുപോലെ ദം ബിരിയാണിയൊക്കെ വെക്കണ നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ടായിട്ട് അത് ബേക്ക് ചെയ്യാൻ പോണത്. നമ്മളൊരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഒരുപോലെ ഒന്ന് കട്ടാക്കി എടുക്കണം. ഗ്ലാസ് ജാർ കേക്കിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി വരുന്ന പീസ് നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് എടുക്കാം. നമ്മൾ ചായ കുടിക്കുന്ന സാധാരണ ഗ്ലാസ് മതി നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിന് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ആദ്യം നമ്മുടെ ബാക്കി വന്ന പീസൊക്കെ ആദ്യം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ പാലും ഷുഗറും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ക്രീം ഒഴിച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കയ്യിൽ ഇതുപോലെ ഒരു റിബൺ ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിക്കൊടുത്താൽ നമ്മുടെ അടിപൊളി ജാർ കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ ഒരു സാധാരണ ഗ്ലാസ്സിൽ നമുക്ക് ജാർ കേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.